സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പാലിച്ച് തഖ്വയുള്ള അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഷൂറയിലെ 46-ാമത്തെ ആയത്തായിരുന്നു. 47-ാമത്തെ ആയത്ത് നമ്മൾ ഒന്ന് ഓതി വെച്ച് അതിൻ്റെ ചെറിയൊരു ഒരർത്ഥം പറയുക മാത്രമാണ് ചെയ്തത്. ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് 47, 48 ആയത്തുകൾ വിശദമായി മനസ്സിലാക്കാം. സമയത്തിന്റെ ലഭ്യത അനുസരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓതിയ ആയത്ത് ഒന്ന് ആരാണ് ഒന്ന് ഓതി അർത്ഥം പറയുകയൊക്കെ ചെയ്യാം? ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استجيبوا لربكم من قبل أن يأتي يوم لا مرد له من الله ما لكم من ملجأ يومئذ وما لكم من نكير فإن أعرضوا فما أرسلناك عليهم حفيظا إن عليك إلا البلاغ وإنا إذا أذقنا الإنسان منا رحمة فرح بها وإن تصبهم سيئة بما قدمت أيديهم فإن الإنسان كفور استجيبوا لربكم من قبل أن يأتي يوم لا مرد له من الله ما لكم من ملجأ يومئذ وما لكم من نكير فإن أعرضوا فما أرسلناك عليهم حفيظا إن عليك إلا البلاغ وإنا إذا أذقنا الإنسان منا رحمة فرح بها وإن تصبهم سيئة بما قدمت أيديهم فإن الإنسان كفور. ഓക്കെ, ഇതാണ് 47, 48 വചനങ്ങൾ. ഒന്നാമത്തെ ആയത്ത് ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇസ്തജീബു. ഇസ്തജീബു നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഇസ്തജീബു എന്ന് പറഞ്ഞാണ് തുടങ്ങുക. ഇസ്തജാബ യസ്തജീബു, ഇസ്തജീബ് എന്നാണ്. ഇസ്തജീബു ലിറബ്ബിക്കും മിൻ ഖബ്ലി. മിൻ ഖബ്, അവിടെ മിൻ ഖബ്ലി, ഖബ്ലി ശ്രദ്ധിക്കണം. മിൻ ഖബ്ലി എന്ന് ഓതരുത്. ഖാബ്, ഖാബ് കൽക്കലയുടെ അക്ഷരമാണ് ബാ. അതിന് സുക്കൂന് വരുമ്പോ
ഖബ്ലി എന്ന് ഓതണം. ഓക്കെ. അവിടെ മീമിന് രണ്ട് സ്ഥലത്തും ഷദ്ദുണ്ട്. അപ്പോ മാലക്കും മിൻ മൽജഇൻ, മിൻ മൽജഇ പറയരുത്, മിൻ മൽജഇൻ യൗമഇദിൻ. അവിടെ യൗമൈദിൻ എന്നായി പോകും. അതായത് യൗമ കഴിഞ്ഞിട്ട് ഇ എന്നാണ്. ഇ ആ ഉ ആ ഇ എന്നാണ്. അവിടെ യാ ഇ എന്നായി പോകരുത്. യൗമൈ പല ആളുകൾക്കും യൗമഇദിൻ എന്ന് പറയുന്നത് യൗമഇദിൻ എന്ന് പറഞ്ഞു പോകും. യൗമഇദിൻ, അതായത് ഈ എന്നതിന് പകരം ഹംസക്ക് പകരം യാ വന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. യൗമഇദിൻ എന്ന് ഉച്ചരിക്കണം. വമാലക്കും മിൻ നക്കീർ. ഓക്കെ. അയിനിന്റെ ഉച്ചാരണമൊക്കെ എവിടുന്നാ വരിക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൽക്കിൽ നിന്ന് വരുന്ന, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളൊക്കെ നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു. അപ്പോ അയിന് സുക്കൂന് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? എന്ന് പറയരുത്. فما أرسلناك عليهم حفيظا. ഇൻ അലൈക എന്ന് ഓതി പോകരുത്. ഇന്നലൈക തെറ്റ്. ഇൻ അലൈക ഇല്ലൽ ബലാഗ്. അവിടെ ഖാഫ് നേരത്തെ പറഞ്ഞ ബാ പോലെ ഖബ് പോലെ കൽക്കലയുടെ അക്ഷരമാണ്. അപ്പോ അദഖ് എന്ന് തന്നെ പറയണം. അദഖ്നൽ ഇൻസാന. മിന്ന അവിടെ നൂനിന് ശബ്ദുണ്ട്, അപ്പം മണിക്കണം. മിന്ന റഹ്മതൻ ഫരിഹ ബിഹ. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫരിഹ ഹ ആണ്. ഫരിഹ ബിഹ അവിടെ ഉള്ളത് ഹ ആണ്. ഒന്ന് തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്ന് വരേണ്ടതാണ് ഹ എന്നത്. ഹ എന്നത് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരേണ്ടതാണ്. ഫരിഹ ബിഹ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ശരി. കണ്ടോ, തുസിബ്ഹും എന്ന് പറയരുത്. തുസിബ്ഹും എന്ന് പറയണം. സയ്യിഅത്തും ബിമാ ഖദ്ദമത് ഐദീഹിം ഫഇന്നൽ ഇൻസാന കഫൂർ. ഓക്കെ. ഇനി നമ്മൾ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞതാണ്. ഇസ്തജീബു ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ് മാ ലക്കും മിൻ മൽജഇൻ യൗമഇദിൻ വമാ ലക്കും മിൻ നക്കീർ. ഒരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹുവിങ്കൽ നിന്നുള്ള ആ ദിവസത്തെ തടുക്കുക സാധ്യമല്ല. അന്ന് നിങ്ങൾക്ക് യാതൊരു അഭയസ്ഥാനവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറ്റങ്ങൾ നിഷേധിക്കാനുമാവില്ല. ഇതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നോ? വാക്കർത്ഥം പറഞ്ഞിരുന്നോ? അരുല്ലേ, വാക്കർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ഓക്കെ. അപ്പൊ എന്നാൽ വാക്കർത്ഥത്തിലേക്ക് പോകാം. ഇസ്തജീബു, ഇസ്തജാബ യസ്തജീബു. ഇസ്തജാബ എന്നതിന്റെ അംറാണ് ഇസ്തജിബ്. ഇസ്തജീബ ഇസ്തജീബു എന്നാണ്. നിങ്ങൾ ഉത്തരം നൽകുക. ഇസ്തജീബു ആർക്ക്? ലി റബ്ബിക്കും. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. റബ്ബിനെ വിശദീകരണം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അതൊക്കെ മനസ്സിലേക്ക് വരണം. ലി റബ്ബിക്കും, കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, കും. ലി റബ്ബിക്ക എന്ന് പറഞ്ഞ നിന്റെ രക്ഷിതാവിന്. ലി റബ്ബിക്കുമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും രക്ഷിതാവിന്. ലി റബ്ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാവിന്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാവിന് നിങ്ങൾ ഉത്തരം നൽകണം. എപ്പോ ഉത്തരം നൽകണം?
മിൻ ഖബിലി മുമ്പായി, ഖബല എന്ന് പറഞ്ഞാൽ മുമ്പ്, മിൻ ഖബിലി ഏതിനു മുമ്പായി, വരുന്നതിന്, ദിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അൻ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വന്നു, വരുന്നു, വരുന്നതിന് മുമ്പായി. എന്ത് വരുന്നതിന് മുമ്പായി? യൗമുൻ ഒരു ദിവസം. യൗമുൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. ഏത് ദിവസമാണ് എന്നാണ് അടുത്ത് പറയുന്നത്. ലാ ഇല്ല, മറദ്ദ ലഹു, മറദ്ദുൻ എന്ന് പറഞ്ഞ തടസ്സം, മുടക്കം എന്നാണ്. ലാ മറദ്ദ ലഹു, അതിന് ഒരു മുടക്കവും ഉണ്ടാവുകയില്ല, തടസ്സവും ഉണ്ടാവുകയില്ല. എവിടെന്ന്? മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന്. അത് എന്താണ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അപ്പം അല്ലാഹുവിങ്കൽ നിന്ന് ഒരു മുടക്കവും ഇല്ലാതെ സംഭവിക്കുന്ന, അല്ലാഹുവിന് ഒരു തടസ്സവുമില്ലാതെ സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായി ജനങ്ങളെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം. അങ്ങനെ വന്നാൽ, ആ ദിവസം വന്നാൽ, മാ ഇല്ല, ലക്കും നിങ്ങൾക്ക്. അപ്പൊ മാ ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കില്ല. മാ എന്നതിന്റെ അർത്ഥം ഇല്ല എന്നാണ് അർത്ഥം. എന്തില്ല എന്നാ പറഞ്ഞത്? മൽജഉൻ. മൽജഉൻ എന്ന് പറഞ്ഞാൽ ലജഅ യൽജഉ എന്ന് പറഞ്ഞാൽ അഭയം തേടി എന്നാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഇവിടെ ഞാൻ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുണ്ട് അതിന്റെ വെർബ്. ലജഅ യൽജഉ എന്ന് പറഞ്ഞാൽ അഭയം തേടി. മൽജഉൻ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം എന്നാണ് അർത്ഥം. അന്നെന്തില്ല? മാലക്കും നിങ്ങൾക്കില്ല, മിമ്മൽജഇൻ ഒരു അഭയസ്ഥാനവും ഇല്ല. യൗമ ഇദിൻ അന്നത്തെ ദിവസം, യൗമ ഇദിൻ അന്നത്തെ ദിവസം. വമാലക്കും നിങ്ങൾക്കില്ല എന്ത്? മിൻ നകീർ ഒരു നിഷേധവുമില്ല. അന്ന് നിങ്ങൾക്ക് ഒരു കാര്യവും, നക്കിറ യൻകറു എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നാണ് അർത്ഥം. അപ്പം മുൻകറായ കാര്യം എന്നൊക്കെ പറയില്ലേ, നക്കിറ എന്നാണ് അർത്ഥം. ശരി, അന്ന് നിങ്ങൾക്ക് ഒരു നിഷേധവും സാധ്യവുമല്ല. അപ്പൊ ഇസ്തജീബു ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു, നിങ്ങൾക്ക് ഒരിക്കലും അല്ലാഹുവിങ്കൽ നിന്ന് ഒരിക്കലും മുടക്കമില്ലാതെ, തടസ്സമില്ലാതെ വരുന്ന ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണം. മാലക്കും മിൻ മൽജഇൻ യൗമഇദിൻ അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അഭയസ്ഥാനവും ഉണ്ടാവുകയില്ല. വമാലക്കും മിൻ നകീർ അന്ന് നിങ്ങൾക്ക് ഒന്നും നിഷേധിക്കാനുമാവില്ല. അപ്പൊ ഈ ആയത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒന്നാമത്തത് അള്ളാഹുവിന് ഉത്തരം നൽകണം. അള്ളാഹുവിന് ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാവണം. അള്ളാഹുവിന്റെ വിളി എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അതേപോലെ തന്നെ പ്രവാചകന്റെ വിളി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഖുർആന് വിശദീകരിച്ചു തന്ന പ്രവാചകന്റെ ജീവിതചര്യയാണ്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ഉത്തരം നൽകണം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ജീവിതത്തിന്റെ അവസാനം അപ്രതീക്ഷിതമായിരിക്കും എന്നതാണ്. ജീവിതത്തിന്റെ അവസാനം, അതായത് ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായിരിക്കും, അല്ലെങ്കിൽ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനമായിരിക്കും. ഇത് സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായിരിക്കും. അതുകൊണ്ടാണ് മിൻ ഖബ്ലി അൻ യഅതിയ എന്ന് പറഞ്ഞ യൗമുൻ എന്ന് പറഞ്ഞത്. ആ ദിവസം വരുന്നത് അത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതായിരിക്കും എന്ന് പറയുന്നു ഈ ആയത്തിൽ. പിന്നെയോ അന്ത്യം സംഭവിക്കുന്നതിന് ഒരു മുടക്കവും ഉണ്ടായിരിക്കുകയില്ല. അന്ന് അന്ത്യദിനം വരുന്നതിന്, അല്ലെങ്കിൽ മനുഷ്യന്റെ അന്ത്യദിനമാണെങ്കിലും ദുനിയാവിന്റെ അന്ത്യമാണെങ്കിലും അത് സംഭവിക്കുന്നതിന് ഒരു തടസ്സവും അന്നുണ്ടാവില്ല. രണ്ടാമത്തത് നാലാമത്തെ കാര്യം, അന്ന് ഒരു അഭയസ്ഥാനവും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു മനുഷ്യന്റെ അന്ത്യാണെങ്കിലും ദുനിയാവിന്റെ അന്ത്യാണെങ്കിലും അന്ന് ഒരു അഭയസ്ഥാനവും പ്രതീക്ഷിക്കേണ്ടതില്ല. അഞ്ചാമത്തത് തിന്മകൾ നിഷേധിക്കുക സാധ്യമല്ല. അന്ന് പരലോകത്തെ വിചാരണ ചെയ്യുമ്പോഴോ മലക്കുകളുടെ പിടുത്തമുണ്ടാവുമ്പോഴോ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ നിഷേധിക്കാൻ, ചെയ്ത കർമ്മങ്ങളൊന്നും നിഷേധിക്കുക സാധ്യമല്ല. ഈ 5 കാര്യങ്ങളാണ് ഈ ആയത്തിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത്. ഇനി നമ്മൾ ആയത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തത് ഇസ്തജീബു ലിറബ്ബിക്കും എന്നാണ്. അതായത് അജീബു ബിത്തൗബതി ബിത്തൗഹീദി വൽ ഇബാദ. ഇസ്തജീബു ലിറബ്ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ
ഏകദൈവ ആരാധനക്കും അതേപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലും ആ അള്ളാഹു നിങ്ങൾക്ക് നിയമമാക്കിയിട്ടുള്ള വിധിവിലക്കുകൾ പാലിക്കുന്നതിലേക്കും നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകണം എന്നതാണ്. കാരണം പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായം, പരിശുദ്ധ ഖുർആനിൽ 8-ാമത്തെ അധ്യായം ഏതാണ്? ആരാ പറയാ? ഒറ്റടിക്ക്. സൂറത്തു ആരുല്ലേ? സൂറത്ത് അൻഫാൽ. വെരി ഗുഡ്, സൂറത്ത് അൻഫാലാണ്. സൂറത്ത് അൻഫാലിലെ 24-ാമത്തെ ആയത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, അള്ളാഹു പറയുന്നു, അതിന്റെ ഇസ്തജീബു എന്നതിന്റെ ഒരു വിശദീകരണമാണ്. ഇവിടെ ഇസ്തജീബു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഇസ്തജീബു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ സൂറത്ത് അൻഫാലിൽ അള്ളാഹു പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിളിക്കുത്തരം നൽകണം. നിങ്ങളെ ജീവസുറ്റവരാക്കാൻ വേണ്ടി നിങ്ങളെ വിളിച്ചാൽ, അതായത് പ്രമാണമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകണം. അങ്ങനെ ഉത്തരം നൽകിയില്ലെങ്കിലോ വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ ഉത്തരം നൽകിയില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യന്റെയും അവന്റെ മനസ്സിന്റെയും ഇടയിൽ അള്ളാഹു മറയിട്ട് കളയും. അങ്ങനെ മറയിട്ട് കളഞ്ഞാൽ അള്ളാഹു പിന്നെ അതിലേക്കൊന്നും പ്രവേശിക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, അവനിലേക്ക് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമെന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ നമുക്ക് കാണാം, 28-ാമത്തെ അധ്യായം. 28-ാമത്തെ അധ്യായം ഏതാണെന്ന് ആരെങ്കിലും പറയോ? ഒരു കഥ പറയുന്ന സൂറത്താണ്. ഏതാ സൂറത്തു? ഖസസ്. മാഷാ അല്ലാഹ്. സൂറത്തു ഖസസിലെ 50-ാമത്തെ ആയത്തിലും ഇത് പറയുന്നുണ്ട്. എന്താണ്? ഉത്തരം നൽകിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നാണ്. ഒരാൾ പറയാ, എന്താണ് ഉത്തരം നൽകിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഫഇല്ലം യസ്തജീബൂ ലക. മനുഷ്യന്മാര് പ്രമാണമനുസരിച്ച്, അതായത് ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ മടി കാണിക്കുന്നവർ, അല്ലെങ്കിൽ അലസന്മാരായ ആളുകളുടെ പ്രശ്നം എന്താണ്, രോഗം എന്താണ് എന്നാണ് ഈ ആയത്ത് പറയുന്നത്. മനസ്സിലായോ? അലസന്മാരുടെ രോഗം എന്താണ്? ഫഇല്ലം യസ്തജീബൂ ലക. പ്രവാചകരെ, അങ്ങേക്കവർ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ ഫഅലം, അറിഞ്ഞുകൊള്ളുക, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിനെയാണ് പിൻപറ്റുന്നത്. അതായത് ഒരു വിശ്വാസിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞാല് ഖുർആനും സുന്നത്തും പറയുന്നത് എന്താണോ അതാണ് ഒരാളുടെ ഇഷ്ടം ഉണ്ടാവേണ്ടത്. മറിച്ച് തന്നെത്താനെ സ്വന്തം ഇഷ്ടമാണ് ഓരോരുത്തരും പിൻപറ്റുന്നത്. സ്വന്തം ഇച്ഛകളെ പിൻപറ്റുന്നവരാകുന്നു അവർ. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അലസത കാണിക്കും. പിന്നെയോ എന്നിട്ട് അല്ലാഹു പറയുന്നു, വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഉ ബിഗൈരി ഹുദം മിനല്ലാഹ്. അള്ളാഹുവിൽ നിന്നൊരു മാർഗദർശനവും ഇല്ലാത്ത അഭീഷ്ടത്തെ പിൻപറ്റുന്നവനേക്കാൾ വഴിവെച്ചവൻ ആരാണുള്ളത്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കില്ല. അപ്പം പ്രമാണമനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുള്ളവൻ അക്രമിയാണ് എന്നാണ് ഈ ആയത്തിൽ 28-ാമത്തെ അധ്യായത്തിലെ 50-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. കാരണം അവൻ സ്വന്തം ഇഷ്ടത്തെയാണ് ജീവിതത്തിന്റെ സുഖമായി കണ്ടിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് 13-ാമത്തെ അധ്യായം. ഏതാണ് 13-ാമത്തെ അധ്യായം? സൂറത്തു റഅദ്. അതിലെ 18-ാമത്തെ ആയത്താണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ്? ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്ന. തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചവർക്കാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളത്. വല്ലദീന ലം യസ്തജീബൂ ലഹു ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലഫ്തദൗ ബിഹി ഉലൈക ലഹും സൂഉൽ ഹിസാബി വമഅവാഹും ജഹന്നമു വബിഅ്സൽ മിഹാദ്. തങ്ങളുടെ രക്ഷിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചവർക്കാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളത്. അവന്റെ ആഹ്വാനം സ്വീകരിക്കാത്തവരാവട്ടെ, നമ്മളെ സൂറത്ത് ശൂറയിലെ ആയത്തിലെ 47-ാമത്തെ ആയത്തിൽ ഇസ്തജീബൂ ലി റബ്ബിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞതിന് ശേഷമുള്ളതിന്റെ ഒരല്പ വിശദീകരണമാണ്. പരലോകത്തെത്തുമ്പോ ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടി അവർക്കുണ്ടായിരുന്നാൽ പോലും തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അതൊക്കെയും അവർ പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു. എവിടെ? മരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പരലോകത്തോ. അത് അള്ളാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞത്. അവർക്കാണ് കടുത്ത വിചാരണ ഉള്ളത്. അവരുടെ സങ്കേതം നരകം അത്രേ. ആ വാസസ്ഥലം എത്ര മോശമാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകും. അപ്പൊ ഇതാണ് എന്ത്? ഇസ്തജീബു എന്ന ഇസ്തജീബു ലി റബ്ബിക്കും.
എന്ന ആയത്തിന്റെ ആ ഭാഗത്തിന്റെ വിശദീകരണം. പിന്നെ രണ്ടാമത്തത് എന്താണ്? മിൻ ഖബിലി അൻ യഅ്തിയ എന്നാണ്. മിൻ ഖബിലി അൻ യഅ്തിയ, വരുന്നതിന് മുമ്പായി. എന്ത്? യൗമുൻ, ഒരു ദിവസം. ഒരു ദിവസം വരുന്നതിന് മുമ്പായി. അത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, എന്ത്? ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യമാണ്, അതല്ലെങ്കിൽ ദുനിയാവിന്റെ അന്ത്യമാണ്. ഇത് രണ്ടും ആവാം. അപ്പം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അമലുഹു കുല്ലു. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കർമ്മങ്ങളും എന്താകും? എന്താ? മുറിഞ്ഞു പോകും. അതായത് ഇവിടെ പറഞ്ഞെന്താ? ഈ ആയത്ത് പറഞ്ഞത് എന്താ? മിൻ ഖബിലി അൻ യഅ്തിയ. കണ്ടില്ലേ? യൗമൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പായി. ആ ദിവസം വന്നാല് എന്താ സംഭവിക്കുക? കർമ്മങ്ങളൊക്കെ മുറിഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മുടെ ആയുസ് അവസാനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് സുബ്ഹാനല്ലാഹ്, ഒന്ന് നിസ്കാരം ജമാഅത്തായിട്ട് ഒരു ദിക്ർ ചൊല്ലുക, അതൊന്നും നടക്കൂല. കർമ്മം മിൻ ഖബിലി അൻ യൻഖതിഅ കുല്ലു അമലിൻ എന്നാണ്. നിന്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകുന്ന ദിവസം, സമയം വരുന്നതിന് മുമ്പായി നീ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ഉത്തരം നൽകണം. ഇനി ലാ മറദ്ദ ലഹു മിനല്ലാഹ് എന്നതാണ് മൂന്നാമത്തത്. എന്താണ്? അന്ന് അള്ളാഹുവിങ്കൽ നിന്ന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്താണ്? അള്ളാഹു ആ ദിവസം വിധിച്ചാൽ, ആ ദിവസം ഉണ്ടാവണമെന്ന് വിധിച്ചാൽ, പിന്നെ അള്ളാഹിന്റെ അടുത്ത് ഒരു മുടക്കം ഉണ്ടാവില്ല. അള്ളാഹു പിന്നെ ആക്കാം എന്ന് വിചാരിക്കൂല എന്നർത്ഥം. അത് പിന്നീട് ആക്കാം എന്ന് വിചാരിക്കൂല. നമ്മളൊക്കെ ഒരു കാര്യം തീരുമാനിച്ചാല് എന്താ ഉണ്ടാവുക? നമ്മളൊരു കാര്യം തീരുമാനിച്ച് വലിയ ആവേശത്തിൽ പോകും. കുറച്ചു കഴിഞ്ഞ് ആ കാര്യം എത്താൻ നേരം വിചാരിക്കേണ്ടത് അല്ലേ, വേണ്ട, പിന്നെ ആക്കാം, അല്ലേ? പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഉണ്ടാവാം. എന്നാൽ അള്ളാഹു അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നീടാക്കാം എന്നുള്ള ഒരു മുടക്കോ ഒന്നും അള്ളാഹുവിന് ഉണ്ടാവൂല. അതിനൊരു പിന്നൊരു മറത്ത് ഉണ്ടാവൂല. രണ്ടാമത്തത് ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്ന് അത് തടുക്കാൻ ലാ അഹദുൻ യംനഉഹു മിനല്ലാഹി അസ്സ വജൽ, അള്ളാഹു ആ അന്ത്യസമയം വരുത്താൻ തീരുമാനിച്ചാൽ, മനുഷ്യന്റെയോ ദുനിയാവിന്റെയോ, പിന്നെ ഒരാൾക്കും അത് തടുക്കാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ 77-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഅംറുസ് സാഅതി ഇല്ലാ കലംഹിൽ ബസർ. കണ്ണ് ചുമ്മുന്നത് പോലെ ആയിരിക്കും ആ അന്ത്യദിനം സംഭവിക്കുക. ഔ ഹുവ അഖ്റബ്, അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്തതായിരിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ഇതാണ് ലാ മറദ്ദ ലഹു മിനല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം. മൂന്നാമത്തത് എന്താണ്? മാ ലക്കും മിൻ മൽജഇ യൗമഇദിൻ, അന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അഭയസ്ഥാനം ഉണ്ടാവില്ല. സൂറത്തുൽ ഖിയാമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമഇദിൻ മുസ്തഖർ. അന്ന് മനുഷ്യൻ ചോദിക്കും, എവിടേക്കാ ഓടി രക്ഷപ്പെടാനുള്ളത്, അല്ലേ? നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ അന്ത്യം വന്നാൽ ഓടിപ്പോകാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല. എത്ര വലിയ വിശദീകരണ പഠിച്ചോൻ സിമ്പിൾ ആയിട്ടുണ്ട്. ഒരു ഒറ്റ ലൈൻ ആയത്താ. ആ ആയത്തിൽ അള്ളാഹു എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാകേണ്ടതിന്റെ അനിവാര്യത പറഞ്ഞെന്ന്. അന്ന് നിങ്ങളുടെ ജീവിതം അവസാനിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ പറ്റില്ല. എത്ര വലിയ ഉപകരണങ്ങൾ ശരീരത്തിൽ ഘടിപ്പിച്ചാലും ഒരു രക്ഷയുണ്ടാവില്ല. എത്ര വലിയ ഡിഗ്രിയുള്ള ഡോക്ടർമാര് നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മളെ പരിചരിച്ചാലും രക്ഷ ഉണ്ടാവില്ല. അന്ന് എവിടേക്ക് ഓടിപ്പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ അവസാനമായി അള്ളാഹു പറഞ്ഞു,
മാ വമാ ലക്കും മിൻ നക്കീർ. അന്ന് നിങ്ങൾക്ക് ഒന്നും നിഷേധിക്കാനുമാവില്ല, ഒരു കാര്യവും നിഷേധിക്കാനാവില്ല. ആ അന്ത്യദിനം വന്നാൽ നിങ്ങളിൽ നിന്ന് ഒരു സാധനവും അള്ളാഹുവിന്റെ അടുക്കൽ നിഷേധിക്കാൻ പറ്റൂല. മനുഷ്യന്മാര് പല കോലത്തിലും നിഷേധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പരലോകത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത് മനുഷ്യന് ഹുങ്ക് കാണിച്ച് ദുനിയാവിൽ ജീവിച്ച് പരലോകത്തെത്തും അവന്റെ വിനയം കാണിച്ച അവസാനവും പറയും ثُمَّ لَمْ تَكُنْ فِتْنَتُهُمْ إِلَّا أَنْ قَالُوا وَاللَّهِ رَبِّنَا مَا كُنَّا مُشْرِكِينَ. സൂറത്തുൽ അൻആമിലെ 23-ാമത്തെ ആയത്താണ്. അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? നാം അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയും പിന്നീട് ബഹുദൈവാരാധകരോട് നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരുന്ന നിങ്ങളുടെ വകയായിട്ടുള്ള പങ്കാളികൾ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. പങ്കാളികൾ എവിടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക. എന്നിട്ട് 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, അനന്തരം അവരുടെ ഗതികേട്, പരലോകത്ത് അവരുടെ ഗതികേട് തങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിങ്കൽ ഞങ്ങൾ, അള്ളാഹു തന്നെയാണ് സത്യം, ഞങ്ങൾ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല. മാലക്കും മിൻ നക്കീറ വിശദീകരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല, ഒരു നിഷേധിക്കുന്നാണ് അള്ളാഹ് പറയുന്നത്. ഞങ്ങൾ ആരായിരുന്നില്ല? ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മുശ്രിക്കുകളായിരുന്നില്ല എന്ന് പറയുകയല്ലാതെ മറ്റൊന്നും ആയിരിക്കില്ല. അവരെന്തെയും നിഷേധിക്കും, ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ പങ്കു ചേർത്തിട്ടില്ല, ഞങ്ങൾ വിധിവിലക്കുകൾ ലംഘിച്ചിട്ടില്ല എന്ന് മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മുമ്പിൽ നിഷേധിക്കുമ്പോഴാണ് സൂറത്ത് യാസീനിലും അതേപോലെ തന്നെ സൂറത്ത് നൂറിലൊക്കെ നമ്മൾ കണ്ടതുപോലെ യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. എന്താണ്? സൂറത്തു നൂറിലെ 24-ാമത്തെ ആയത്തിൽ അന്നത്തെ ദിവസം അവരുടെ നാവുകൾ അവർക്കെതിരിൽ സാക്ഷി പറയും, അവരുടെ കൈകൾ അവർക്കെതിരെ സാക്ഷി പറയും, അവരുടെ കാലുകൾ അവർക്കെതിരെ സാക്ഷി പറയും. എന്തിന്? ബിമാ കാനൂ യഅമലൂൻ. സൂറത്ത് യാസീനിലും അങ്ങനല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതേ ഒരാശയം വരുന്ന സൂറത്ത് യാസീനിലെ ഏതെങ്കിലും ആയത്ത് ആർക്കും പറയാൻ പറ്റുമോ? മറ്റേ ഏതാണ്? അൽയൗമ ഇല്ലേ, വാഴക്ക് സീല് വെക്കും, കൈകാലുകളൊക്കെ കൈ സംസാരിക്കും, കാല് സാക്ഷി പറയും ഇല്ലേ? അന്ന് അത് എപ്പോഴാണെന്നറിയോ? മനുഷ്യൻ നിഷേധിക്കുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെ നിഷേധിക്കാൻ സാധ്യമല്ല, കർമ്മങ്ങൾ നിഷേധിക്കാൻ സാധ്യമല്ല, അവിടെ ലൈവായി കൊണ്ടുവരുന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. ശരി, അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു പറയുന്ന, നമ്മളോട് പറയുന്ന ഇസ്തജീബു ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഇസ്തജീബു ലിറബ്ബിക്കും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ് മാ ലക്കും മിൻ മൽജഇൻ യൗമഇദിൻ വമാ ലക്കും മിൻ നക്കീർ എന്നുള്ള ആയത്തിൽ ഗുണപാഠങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഗുണപാഠം ദീൻ പഠിക്കുകയും പകർത്തുകയും ചെയ്യേണ്ടുന്നതിന്റെ അനിവാര്യത. അതാണ് ഇസ്തജീബു ലിറബ്ബിക്കും എന്ന് പറഞ്ഞതിന്റെ ഗുണപാഠം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് പഠിക്കണം. രണ്ടാമത്തത് പകർത്തുകയും ചെയ്യണം. രണ്ടാമത്തത് ജീവിതത്തിന്റെ അവധി ഓർമ്മിപ്പിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയ യൗം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ മുറിഞ്ഞു പോകുന്നതിന് മുമ്പേ എന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു അവധി അവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഏത് സമയത്തും നിന്നു പോകുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഗുണപാഠം എന്താ അറിയോ? മുന്നറിയിപ്പുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇത് ശരിക്കും ഒരു മുന്നറിയിപ്പാണ്. ഈ ആയത്ത് മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾ ഉത്തരം നൽകണേ എന്നാ പറയുന്നത്. ഇത് ശരിക്കും ഒരു താക്കീത്, അടിമകളോടുള്ള അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ മുന്നറിയിപ്പുകൾ പോലും, ഖുർആനിലെ മുന്നറിയിപ്പുകൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു പാഠം നമുക്ക് ഇതിലുണ്ടാവും. നാലാമത്തത്, ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മറ്റ് അഭയസ്ഥാനങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് എന്തൊരു പരീക്ഷണം അള്ളാഹു വിധിച്ചാലും അള്ളാഹു തന്നത് തടുക്കാനോ തടഞ്ഞത് നൽകാനോ ആരും ഉണ്ടാവില്ല. അപ്പോ
ദുനിയാവിലും ആരും നമ്മളെ രക്ഷിക്കാനുണ്ടാവില്ല, പരലോകത്തും ആരും രക്ഷിക്കാനുണ്ടാവില്ല. മുമ്പേ 46-ാമത്തെ ആയത്തിൽ പഠിച്ച ഒരു ഭാഗം കൂടി ഇതിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ വലിയ അള്ളാഹു ആയിരിക്കണം. 5-ാമത്തത്, പരലോകത്ത് നിഷേധമോ പ്രതിരോധമോ സാധ്യമല്ല. നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ, ചെയ്ത കർമ്മങ്ങൾ നിഷേധിക്കാനും പറ്റൂല. ഇനി നിഷേധിക്കാതെ ആ കർമ്മങ്ങൾക്കെതിരെ അള്ളാഹു ശിക്ഷാ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനും നമുക്ക് സാധ്യമല്ല എന്നുള്ള കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശരി, ഇനി അടുത്ത ആയത്ത് എന്താണ്? فَإِنْ أَعْرَضُوا فَمَا أَرْسَلْنَاكَ عَلَيْهِمْ حَفِيظًا إِنْ عَلَيْكَ إِلَّا الْبَلَاغُ وَإِنَّا إِذَا أَذَقْنَا الْإِنسَانَ مِنَّا رَحْمَةً فَرِحَ بِهَا وَإِنْ تُصِبْهُمْ سَيِّئَةٌ بِمَا قَدَّمَتْ أَيْدِيهِمْ فَإِنَّ الْإِنسَانَ كَفُورٌ. എന്താണ് അതിന്റെ അർത്ഥം? ഇനി അവർ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ, അതായത് ഇസ്തജീബു നേരത്തെ പറഞ്ഞില്ലേ, അതിന് ഒരു മറുപടിയായിട്ട് പറയാനുള്ള, ഇനി അവർ വിളിക്കുത്തരം നൽകിയിട്ടില്ല എങ്കിൽ നബിയെ, നിന്നെ നാം അവരുടെ മേൽക്കാവൽക്കാരനായി അയച്ചിട്ടില്ല. നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേയുള്ളൂ. തീർച്ചയായും നാം മനുഷ്യന് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിന്റെ പേരിൽ അവൻ ആഹ്ലാദം കൊള്ളും. അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ അപ്പോഴതാ മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ്. ഒന്നുകൂടി വായിച്ചു നോക്കൂ. ഇനി അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബിയെ, നിന്നെ നാം അവരുടെ മേൽ കാവൽക്കാരനായി അയച്ചിട്ടില്ല. നിന്റെ മേൽ പ്രബോധന ബാധ്യത മാത്രമേയുള്ളൂ. തീർച്ചയായും നാം മനുഷ്യന് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ അതിന്റെ പേരിൽ അവൻ ആഹ്ലാദം കൊള്ളുന്നു. അവരുടെ കൈകൾ മുമ്പ് ചെയ്തു വെച്ചതിന്റെ ഫലമായി അവർക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലോ അപ്പോഴതാ മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ്. ഈ കാര്യങ്ങളാണ് ആയത്തിൽ പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ അർത്ഥത്തിലേക്കൊന്ന് പോകാം. നോക്കൂ. ഇന്നെങ്കിൽ അഅറദു എന്ന് പറഞ്ഞാൽ അഅറദ യുഅരിദു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു കളഞ്ഞു എന്നാണ്. അഅറദ ഒരാൾ തിരിഞ്ഞു, അഅറദ രണ്ടുപേര്, അഅറദു അവർ തിരിഞ്ഞു കളഞ്ഞു. അഅറദു അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫമാ അർസൽനാക്ക, ഫമാ മാ എന്നല്ല, അർസല എന്ന അയച്ചു, അർസൽനാക്ക എന്ന അർസൽന നാം അയച്ചു, അർസൽനാക്ക നിന്നെ നാം അയച്ചു, താങ്കളെ അലൈഹിം അവരുടെ മേൽ, ഫമാ അർസൽനാക അലൈഹിം അവരുടെ മേൽ നാം താങ്കളെ അയച്ചിട്ടില്ല. ഹഫീള, ഹഫീൽ എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ, സൂക്ഷിപ്പുകാരൻ. ഹിഫ്ളാക്ക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, കാവൽക്കാരൻ. ഇൻ അലൈക്ക, ഇൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാ അലൈക്ക എന്നാണ്. ഇൻ പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ഇവിടെ നഫീന്റെ ഇൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഇൻ പറഞ്ഞാല് ഇൻ അലൈക്ക മാ അലൈക്ക എന്നാണ്. നിനക്ക് നിന്റെ മേൽ ഇല്ല എന്നാണ് അർത്ഥം. എന്തില്ല? ഇല്ലൽ ബലാഗ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കുക. ബലാഗ യബ്ലുഗു, ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ, പ്രബോധനം എന്നാണ് ഉദ്ദേശം. അപ്പൊ ഇൻ അലൈക്ക ഇല്ലൽ ബലാഗ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ മേൽ പ്രബോധന ബാധ്യതയല്ലാതെ മറ്റൊന്നുമില്ല. വ ഇന്ന, നിശ്ചയമായും നാം, ഇന്ന എന്ന് പറഞ്ഞാൽ നാം അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ അളമത്താണ്, മഹത്വമാണ്. ഇന്ന നാം, ഞങ്ങൾ എന്നാണ് ശരിക്കും അർത്ഥം. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ എന്നാണ്. പക്ഷെ ഇവിടെ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്, നിശ്ചയമായും നാം എന്ന്. അത് അള്ളാഹുവിന്റെ മഹത്വത്തെ സൂചിപ്പിക്കാനാണ് ഇന്ന എന്ന് പറയുന്നത്. ശരി, ഇതാ അദഖിന, ഇതാ എന്ന് പറഞ്ഞാൽ ആൽ, ഇതാ അദഖിന, ദാഖ യദുഖു എന്ന് പറഞ്ഞാൽ രുചിച്ചു എന്നാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കേട്ടോ, ദാഇഖത്ത് രുചിച്ചു നോക്കുക. അദഖിന നാം രുചിപ്പിച്ചാൽ, അദഖിന നാം രുചിപ്പിച്ചാൽ ആർക്ക്? അൽ ഇൻസാന, ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാല് അത് ഒന്നാവാം, മുഫ്രദായിട്ട് ഉപയോഗിക്കും, ജമ്മായിട്ടും, ഏകവചനവും ബഹുവചനം ഒക്കെ ആയിട്ട് ഇൻസാൻ. ഇൻസാൻ എന്ന് പറഞ്ഞാല് ഒരു എന്താണ്, ഒരു വിഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ആണാവാം,
പെണ്ണാവാം, കുട്ടികളാവാം, ആരും ആവാം. അപ്പൊ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു വിഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇൻസാൻ എന്ന് പറഞ്ഞ പദം വന്നിട്ടുള്ളത് ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു നിസിയാൻ, മറക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇൻസാൻ എന്ന പദം വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞത് കാണാം. ശരി, അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു വർഗത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻസാന, മനുഷ്യനെ മൊത്തത്തിൽ പറയാം. മനുഷ്യന് നാം ഒരു എന്ത് രുചിപ്പിച്ചാൽ, അദഖ്നൽ ഇൻസാന റഹ്മത്തൻ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. അനുഗ്രഹം അതായത് സുഖം, ദുനിയാവിലെ എന്തെങ്കിലും അനുഗ്രഹം. ഫരിഹ ബിഹ, ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക. ഫരിഹ എന്ന് പറഞ്ഞാല് സന്തോഷിച്ചു എന്നാണ്. ഫരിഹ ബിഹ, അതുകൊണ്ട് അവൻ സന്തോഷിക്കുന്നു. അപ്പം അദഖ്നൽ ഇൻസാന, മനുഷ്യന് നാം രുചിപ്പിക്കുകയാണെങ്കിൽ, മിന്ന, നമ്മിൽ നിന്നുള്ള റഹ്മത്തൻ, ഒരു അനുഗ്രഹം, അതായത് അള്ളാഹുവിങ്കിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം മനുഷ്യന് ചെയ്യാൻ, ഫരിഹ ബിഹ, അതുകൊണ്ട് അവൻ ആഹ്ലാദം ഉള്ളവനാകുന്നു. ഓക്കെ. വഇൻ തുസിബുഹും, നാം അവന് നൽകുകയാണെങ്കിൽ, അസ്വാബ യുസീബു എന്ന് പറഞ്ഞാൽ ബാധിച്ചു. വഇൻ തുസിബുഹും, അവന് നാം ബാധിപ്പിക്കുകയാണ് എങ്കിൽ, എന്ത്? സയ്യിഅത്തുൻ, സയ്യിഅത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബലാ, പരീക്ഷണം എന്നാണ് അർത്ഥം. സയ്യിഅത്ത് എന്ന് പറഞ്ഞാല് പരീക്ഷണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പരീക്ഷ. തിന്മ എന്നല്ല ഉദ്ദേശം ഇവിടെ, പരീക്ഷണങ്ങൾ. ആ പരീക്ഷണത്തിന് ഏച്ച് അല്ലാഹു പറയുന്നത് ബിമാ ഖദ്ദമത്ത് ഐദി. ഖദ്ദമ എന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി ചെയ്തു എന്നാണ്. ബിമാ ഖദ്ദമത്ത് ഐദിഹിം, യദുൻ ജമ്മ് ഐദുൻ, കൈകൾ. ഐദീഹിം എന്ന് പറയുമ്പോൾ അവരുടെ കൈകൾ. അപ്പം ബിമാ ഖദ്ദമത്ത് ഐദീഹിം എന്ന് പറഞ്ഞാൽ അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചത്. അപ്പം അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ ഫലമായി വല്ല പ്രയാസവും അവർക്ക് നാം ബാധിച്ചാൽ ഫഇന്നൽ ഇൻസാന, അപ്പോൾ മനുഷ്യൻ, അതാ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാവുന്നു, അപ്പോൾ മനുഷ്യൻ കഫൂർ, നന്ദി കെട്ടവനായി തീരുന്നു. അപ്പൊ നോക്കൂ, ഒന്നുകൂടി നോക്കി, അവർ തിരിഞ്ഞു കളയുകയാണ് എങ്കിൽ, അപ്പോൾ താങ്കൾ മനസ്സിലാക്കുക, താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, അയച്ചിട്ടില്ല, അലൈഹിം, അവരുടെ മേൽ, ഹഫീദ, സൂക്ഷിപ്പുകാരനായി. ഇൻ അലൈക, താങ്കളുടെ മേലില്ല. ഇന്നാണ് അവിടെ അർത്ഥം, ഇല്ല എന്നാണ് അർത്ഥം. ഇല്ലൽ ബലാഗ്, പ്രബോധനമല്ലാതെ, എത്തിക്കലല്ലാതെ താങ്കളുടെ മേൽ നാം നിർബന്ധമാക്കിയിട്ടില്ല, കടമയാക്കിയിട്ടില്ല. നിശ്ചയമായും നാം നാം അവരെ നാം ആസ്വദിപ്പിക്കുകയാണ് എങ്കിൽ, ആസ്വദിപ്പിച്ചാൽ, ഇതാണ് ആൽ, അൽ ഇൻസാന, മനുഷ്യനെ, മിന്ന, നമ്മിൽ നിന്നും, റഹ്മത്തൻ, വല്ല അനുഗ്രഹവും, വല്ല സുഖവും, അതുകൊണ്ട് അവൻ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. വഇൻ തുസിബുഹും, നാം അവരെ, വഇൻ തുസിബുഹും, അവർക്ക് ബാധിക്കുകയാണ് എങ്കിൽ, സയ്യിഅത്തുൻ അൽ ബലാഗ്, പരീക്ഷണങ്ങൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിക്കുകയാണെങ്കിൽ, ബിമാ ഖദ്ദമത്ത് ഐദീഹിം, അവരുടെ കരങ്ങൾ മുമ്പ് പ്രവർത്തിച്ചതിന്റെ ഫലമായി, ഫഇന്നൽ ഇൻസാന, അപ്പോൾ മനുഷ്യനതാ, കഫൂർ, നന്ദി കെട്ടവനായി തീരുന്നു. ഈ ആയത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്ന വിഷയങ്ങള്, ഒന്ന് മതത്തിൽ ഒരു കാര്യവും പ്രവാചകന്റെ ബാധ്യത പ്രബോധനം മാത്രമാണ്. മനുഷ്യന്റെ നന്ദികേടിന്റെ 2 ഉദാഹരണങ്ങൾ. ഈ കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അപ്പം അതിന്റെ വിശദീകരണം ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങൾ, 47-ാമത്തെ ആയത്തിൽ പഠിച്ച വിഷയങ്ങള്, സൂറത്തിന്റെ പേരും ഒക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കി എല്ലാവരും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുന്ന, ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആൻ നന്നായി ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഏവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله تعالى وسلم على خير محمد وآله وصحبه أجمعين والحمد لله.